നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് നടത്തി തരാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടായിരിക്കും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെയോ അല്ലെങ്കിൽ പഴയ അറബി കഥകളിലെ അത്ഭുത വിളക്കിലെ ഭൂതത്തിന്റെ കഥയോ ഒക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷേ ഈ വിഷയത്തെ വളരെ ഗംഭീരമായി ഒരു സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയായി നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ഒബ്സഷൻ എന്ന സിനിമ. 2025 അമേരിക്കയിൽ പുറത്തിറങ്ങിയ ഈ സിനിമ വലിയ രീതിയിൽ ആളുകൾ കാണുകയും അതിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിക്കുകയും സാമ്പത്തികമായി വിജയം നേടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും കേരളത്തിലടക്കമുള്ള തിയേറ്ററുകളിൽ വലിയ ബുക്കിംഗോടുകൂടി തന്നെ പ്രദർശനം തുടരുകയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഇറങ്ങിയതിൽ വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയും ശരിക്കും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇതെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ബെയർ എന്ന് പറയുന്ന ഒരു പാവം സാധാരണക്കാരനായ യുവാവാണ് നായകൻ. താൻ ജോലി ചെയ്യുന്ന മ്യൂസിക് സ്റ്റോറിലെ സഹപ്രവർത്തകയായ നിക്കിയോട് ബെയറിന് ഭയങ്കരമായ പ്രണയമുണ്ട്. പക്ഷെ അത് നേരിട്ട് തുറന്നു പറയാൻ അവന് ഒട്ടും ധൈര്യമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വൺ വിഷ് വില്ലോ എന്ന പേരിൽ ഒരാൾക്ക് ഒരു ആഗ്രഹം മാത്രം സാധിച്ചു നൽകുന്ന ഒരു അപൂർവമായ ആന്റിക് അവൻ വാങ്ങിക്കാൻ ഇടയാകുന്നത്. തന്റെ പ്രണയം സഫലമാകാൻ വേണ്ടി ബെയർ ആന്റിക് ഉപയോഗിച്ച് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നിടത്തു നിന്നാണ് സിനിമയുടെ യഥാർത്ഥ പേടിപ്പെടുത്തുന്ന റൂട്ട് ആരംഭിക്കുന്നത്. സിനിമയുടെ അനാലിസിസ് ആയതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ബെയറിന്റെ ആഗ്രഹം പെട്ടെന്ന് തന്നെ അങ്ങ് സഫലമാകുന്നുണ്ടെങ്കിലും നിക്കിയുടെ പെരുമാറ്റത്തിൽ പേടിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. അവളുടെ ആ ഒരു ഭ്രാന്തമായ പ്രണയം അവനെ ശരിക്കും പേടിപ്പിച്ച് കളയുന്നുണ്ട്. ഒപ്പം ക്രീപ്പിയായും ജംപ് സ്കെയറിലൂടെയും സിനിമ നമ്മളെയും നന്നായി പേടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നിക്കിയുടെ പ്രണയം ഒരു വല്ലാത്ത ഭ്രാന്തായി മാറുന്നതും ബെയറിന്റെ സുഹൃത്തുക്കളായ ഇയാൻ, സാറ എന്നിവർ ഇതിലേക്ക് പെട്ടുപോകുന്നതുമൊക്കെയാണ് സിനിമ. മൈക്കൽ ജോൺസ്റ്റൺ, ഇൻഡ്യൻ അവറിറ്റ് എന്നിവരുടെ ഗംഭീര പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇൻഡ്യൻ അവറിറ്റിന്റെ ആക്ടിംഗ് തന്നെയാണ്. ഒരു സാധാരണ കാമുകിയുടെ നിഷ്കളങ്കതയിൽ നിന്നും ഒരു സൈക്കോപാത്തിന്റെ ഭീകരതയിലേക്കുള്ള പ്രകടനം ഗംഭീരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. ഒബ്സഷൻ എന്ന സിനിമയുടെ ഉപരിതലത്തിലുള്ള ആ ഒരു ഹൊറർ പശ്ചാത്തലത്തിനപ്പുറം ഈ ചിത്രത്തെ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിലെ കഥാപാത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചില ഭീകരമായ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. സിനിമ നേരിട്ട് പറയാതെ പോകുന്ന എന്നാൽ അതിന്റെ രണ്ടാം ലെയറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില സൈക്കോളജിക്കൽ വശങ്ങൾ ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ബെയർ എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലെ ചിന്തകളാണ്. പുറമേ നല്ല പാവത്താനായി തോന്നിപ്പിക്കുമെങ്കിലും കൂടുതൽ ആഴത്തിൽ നോക്കുമ്പോൾ മറ്റൊരാളുടെ ചോയ്സിനെ അല്ലെങ്കിൽ അവരുടെ ഓട്ടോണമിയെ ബഹുമാനിക്കാൻ പറ്റാത്ത ഒരു ടോക്സിക് മാനസികാവസ്ഥയുടെ ട്രെയ്റ്റ്സ് അവനുള്ളിൽ കാണാം. അതായത് നമ്മൾ സിമ്പിളായി നോക്കിയാൽ ബെയർ ഒരു നല്ല മനുഷ്യനാണ്. നിക്കി അങ്ങനെ മാറിയതിനു ശേഷവും പ്രത്യക്ഷത്തിൽ അവൻ അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, അവളെ ഉപദ്രവിക്കുന്നില്ല. എന്നാൽ ആ ഒരു നൈസ് ഗൈ പേഴ്സണാലിറ്റിയെ ഒന്നുകൂടി ചൂഴ്ന്നു നോക്കിയാൽ നിക്കിക്ക് അവളുടെ ഓട്ടോണമി നഷ്ടപ്പെടുന്നതിൽ അത് കാരണം മാത്രം അവൾ അവനെ സ്നേഹിക്കുന്നത് അവനൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഉദാഹരണത്തിന് അവൾ അവന്റെ മരിച്ചുപോയ പൂച്ചയെ വെച്ച് അവന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായും ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെയുള്ളയാൾ ചെയ്താൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി ഹെൽപ്പ് തേടുകയാണ് മറ്റേയാൾ ചെയ്യുക. പക്ഷേ ഇവിടെ ബെയർ അവളോട് പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതായത് എന്തോ ഒരു കാരണം കൊണ്ട് നിക്കിക്ക് അവളുടെ ഓട്ടോണമി നഷ്ടപ്പെട്ട് കംപ്ലീറ്റ്ലി അബ്നോർമലായി പെരുമാറുമ്പോഴും അവന് അവൾ എക്സ്ട്രീമായി പെരുമാറാതിരുന്നാൽ അവരുടെ റിലേഷൻഷിപ്പിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന ചിന്തയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എന്തിന്റെയോ ഇൻഫ്ലുവൻസിലാണ് തന്നെ പ്രണയിക്കുന്നത് എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ആ ക്യാരക്ടർ വിസമ്മതിക്കുന്നു. അപ്പൊ ശരിക്കും സിനിമയിൽ ആരാണ് ഒബ്സസ്ഡ്? ഈ സിനിമ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം, ബെയർ നിക്കിക്ക് വേണ്ടി എന്തുകൊണ്ട് ഹെൽപ്പ് തേടുന്നില്ല, എത്രയും പെട്ടെന്ന് ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിന്റെ അടുത്ത് കൊണ്ടുപോയില്ല എന്നത്. സത്യത്തിൽ നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണിത്. മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളെ പാടെ ഇഗ്നോർ ചെയ്യാൻ. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കോ മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് തേടുന്നതാണ് നല്ലത്. അതിന് ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊരു സംശയമുണ്ടെങ്കിൽ ഒപ്പം എന്ന പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നു. 40-ലധികം രാജ്യങ്ങളിൽ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും 24/7 ഓൺലൈൻ മെന്റൽ ഹെൽത്ത് സർവീസ് നൽകുന്ന 70-ലധികം ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റുകളുള്ള 4.8 സ്റ്റാർ ഗൂഗിൾ റേറ്റിംഗ് ഉള്ള പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുള്ളവർ അവരുമായി ഒരു സെഷൻ ബുക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ എന്നാലും ബെയറിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സൂപ്പർ നാച്ചുറൽ കാര്യമില്ലേ, സംഭവിച്ചത് അവനും പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല, ആരും വിശ്വസിക്കില്ല എന്ന് കരുതി കാണും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ കഥാപാത്രത്തെ വിക്ടിമായി കാണാം. പക്ഷെ മറ്റൊരാളുടെ ഇഷ്ടം സ്വിച്ച് ഇട്ട പോലെ ഒരു മാജിക് കൊണ്ട് പിടിച്ചു വാങ്ങാമെന്ന് കരുതിയെടുത്താണ് ബെയർ എന്ന കഥാപാത്രത്തിന് കാര്യങ്ങളൊക്കെ സത്യത്തിൽ കൈവിട്ടു പോകുന്നത്. നിക്കിക്ക് ആ ഒരു ഭ്രാന്തമായ പ്രണയം തലയ്ക്ക് പിടിക്കുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവൾ ഒട്ടും ഓക്കെ അല്ല എന്ന് ബെയറിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അവൾ കാണിക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ കണ്ട് അവൻ ശരിക്കും ഭയപ്പെടുന്നുമുണ്ട്. കൂടാതെ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ബെയറിനോട് പറയുന്ന ഒരു ഡയലോഗും ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയലോഗ് ഏതാണ്ട് ഇങ്ങനെയാണ്: നിക്കിയുടെ മാനസിക സാഹചര്യത്തെ നീ ചൂഷണം ചെയ്യുകയാണോ? ശരിക്കും അത് തന്നെയല്ലേ ബെയർ ചെയ്യുന്നത്? ഇത് ശരിക്കുമുള്ള നിക്കിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഒറിജിനൽ നിക്കി ഈ സാഹചര്യത്തിൽ ഹാപ്പി അല്ല എന്ന് പല സംഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടും അവൻ അതൊരു നോർമൽ റിലേഷൻഷിപ്പ് ആകുമെന്ന രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്. നിക്കി നേരിടുന്ന ആ ഒരു മാനസികാവസ്ഥയും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒന്നാണ്. തന്റെ സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ ആരോടോ ഉള്ള ഭ്രാന്തമായ പ്രണയത്തിലേക്ക് മനസ്സ് വഴിമാറി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയാണ് അവളുടെ ക്യാരക്ടറിന്റെ ആ രണ്ടാം ലെയറിൽ ഉള്ളത്. സ്വന്തം പേഴ്സണാലിറ്റി പൂർണ്ണമായും നഷ്ടപ്പെട്ട് പങ്കാളിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഒബ്സസീവ് ടോക്സിക് അവസ്ഥയിലേക്ക് അവളുടെ സൈക്കോളജി മാറുകയാണ്. തനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്റെ പേഴ്സണാലിറ്റി മാറുന്നു. അതിനെതിരെ ഒന്നും ചെയ്യാനും അവൾക്ക് പറ്റുന്നില്ല. മാനസികമായിട്ടുള്ള ആ ഒരു ഭീകരാവസ്ഥ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് സ്ക്രീനിൽ വന്നിട്ടുള്ളത്. സിനിമയുടെ എഴുത്തിൽ സ്മാർട്ടായി തോന്നിയ ഒരു കാര്യം ബെയറിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പ്രസന്റ് ചെയ്യുന്നത്. സോ ഒരു നല്ല ഹൊറർ സിനിമ എന്ന രീതിയിൽ ആ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ അത് കണ്ട് പേടിച്ച് ആസ്വദിക്കാം. പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്നുകൂടി
ഒന്നുകൂടി ചിന്തിച്ചാൽ നിക്കിയുടെ പെർസ്പെക്റ്റീവിൽ കുറച്ചധികം കാര്യങ്ങൾ വായിച്ചെടുക്കാനുള്ള സ്കോപ്പ് നൽകുന്ന ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ലെയർ കൂടിയുള്ള സിനിമ. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഒരു പക്ഷേ നിക്കി ആ വിഷു കാരണം മാറിയപ്പോൾ ഇത്ര ഭീകരമായ ഒരു മാറ്റമല്ല അവൾക്ക് സംഭവിച്ചതെങ്കിൽ, അതായത് അവളുടെ ഓട്ടോണമി നഷ്ടപ്പെട്ടു, അവൾ എന്തിന്റെയോ ഇൻഫ്ലുവൻസിൽ അവനെ സ്നേഹിക്കുന്നു, അത് കാരണം ഇടയ്ക്ക് ചെറിയ രീതിയിൽ വിയേർഡായി പെരുമാറുന്നു, പക്ഷെ ഇത്രയും ഭീകരമാവുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബെയർ അത് മൈൻഡ് ചെയ്യാതെ അവളുടെ ഒപ്പം ജീവിക്കില്ലേ? നിക്കിയുടെ ഉള്ളിലെ യഥാർത്ഥ നിക്കി അതിൽ ഹാപ്പി അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും. അതുകൂടിയല്ലേ ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ. വേറൊരു ഹൊറർ സിനിമയുണ്ട്, കാണാത്തവർക്ക് സ്പോയിൽ ആകുമെന്നതുകൊണ്ട് പേര് പറയുന്നില്ല. ബേസിക്കലി പണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കാതിരിക്കാൻ അവരുടെ തലച്ചോറ് എടുത്ത് ഹെൽത്തി ആയിട്ടുള്ള വേറൊരാളുടെ തലച്ചോറ് മാറ്റി അയാളിൽ ഫിറ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ തലച്ചോറ് മാറ്റിയിട്ടും ഉള്ളിൽ എവിടെയോ പുറത്ത് ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഉറക്കെ കരയുന്ന വിക്ടിം ഒരു ശൂന്യതയിൽ എന്ന പോലെ ആ ശരീരത്തിൽ അവശേഷിക്കുന്നു. ശരിക്കും ഈ സിനിമയിൽ നിക്കിയുടെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയല്ലേ? താരതമ്യേന കുറഞ്ഞ ചെലവിൽ ലോസ് ആഞ്ചൽസിൽ ഷൂട്ട് ചെയ്ത ഈ സിനിമയുടെ മേക്കിംഗ് രീതിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹൊറർ മൂഡ് കൃത്യമായി കീപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് ഒരു ഹൊറർ സിനിമയിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനുള്ള ഒരു നല്ല ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. അപ്പൊ സിനിമ കണ്ടവരാണെങ്കിൽ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.